For the first time in Kerala, One News is the only channel that brings regional news to people from a virtual platform. ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കണക്ട് ഇന്നുള്ളത് ചെർപ്പുളശ്ശേരി എലിയപ്പറ്റയിൽ പ്രവർത്തിക്കുന്ന മജീസ് മെഡിക്കൽ സെന്ററിലാണ്. ചെർപ്പുളശ്ശേരിക്കാരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ചെർപ്പുളശ്ശേരിയിൽ മികച്ച സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ആശുപത്രി വേണമെന്നുള്ളത്. ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ടാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മജീസ് മെഡിക്കൽ സെന്റർ നമ്മുടെ എലിയപ്പറ്റയിൽ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് മജീസിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വിശേഷങ്ങൾ എന്നൊക്കെ നമുക്ക് അകത്ത് പോയിട്ട് കാണാം. മജീസ് മെഡിക്കൽ സെന്ററിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ. നല്ല തിരക്കുള്ള സമയമാണ് എങ്കിലും ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കേണ്ടത്. നമുക്ക് അവരോട് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. എങ്ങനെ പോകുന്നു മജീസിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, നന്നായിട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ മജീസ് മെഡിക്കൽ സെന്ററിന്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്കിവിടെ 24/7 പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, അതുപോലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഹോം കെയർ സർവീസ് നമ്മൾ ഇതിൻ്റെ കൂടെ നൽകുന്നുണ്ട്. തിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് ഓരോ ദിവസവും ഓരോ പോലെയാണ്. ഇപ്പോൾ നമുക്ക് പേഷ്യൻസ് ഇപ്പോൾ മഴക്കാലവും ഒരുപാട് രോഗങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് കുട്ടികൾക്കാണെങ്കിലും രോഗികൾ ഒരുപാട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ്. ഇപ്പോൾ നമ്മൾ വന്നപ്പോഴും നല്ല തിരക്കുള്ള സമയമാണ്. പേഷ്യൻസ് ഒക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മജീസിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. അപ്പോൾ മജീസ് മെഡിക്കൽ സെന്ററിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇവിടെ ഒരുപാട് പേര് ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ നമുക്ക് ഇവിടെ ഒരു ആളിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് മജീസിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ? തിരക്കടില്ല കുട്ടിയെ, ഞാനിവിടെ മറത്തൻ്റെ വീടേ. അപ്പോൾ എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും രാത്രി ആയാലും ഇവിടെ വരാനും ഇതുണ്ട്. പിന്നെ ഇവിടെ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ മറ്റൊരു ഡോക്ടറെ അടുത്ത് പോയിട്ടില്ല. സ്ഥിരമായിട്ട് എന്തുണ്ടെങ്കിലും ഇവിടെ വരും. അവരതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും രാത്രി എപ്പോഴും നമുക്ക് വരവുണ്ട്. ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് ശ്വാസം മുട്ടൽ ഒരുപാട് അസുഖങ്ങളുള്ളതാണ്. ഷുഗർ, പ്രഷർ എല്ലാം. ഇങ്ങനൊരു മെഡിക്കൽ സെന്റർ ഇവിടെ വന്നുകൊണ്ട് ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഈ തന്നെ എൻ്റെ വീട്, അതെ എൻ്റെ ഈ മൃത്തുള്ളതാണ്. എനിക്ക് അവിടെ നിന്ന് നോക്കിയാൽ അറിയാം ആരാ ഇവിടെ വരുന്നത്, ആരാ പോകുന്നത്, എന്താ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഹാപ്പിയാണ്. ഇവിടെ ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ഓടി വന്ന് ഡോക്ടറെ കാണാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മികച്ച സേവനങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ പേഷ്യൻസും, ഇവിടെ എത്തുന്ന പേഷ്യൻസും അതുപോലെ തന്നെ ഹാപ്പിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഷാഹുല, നമ്മുടെ മജീസ് മെഡിക്കൽ സെന്ററിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഷാഹുല. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? മജീസ് മെഡിക്കൽ സെന്ററിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വിശേഷം? നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ 7 മാസത്തോളമായി നമ്മളിവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് 7000-ൽ കൂടുതൽ മനുഷ്യർക്ക്, നമ്മുടെ നാട്ടിലുള്ള കൂടുതൽ ആളുകൾക്കും ഒരു ചികിത്സ നൽകുക എന്നുള്ളതിൽ കൂടുതൽ അവർക്കൊരു സേവനം, അതുപോലെ തന്നെ ഒരു സ്നേഹം, പരിചരണം നമുക്ക് നൽകാൻ കഴിഞ്ഞു എന്നതാണ് ഞങ്ങളുടെ മജീസിൻ്റെ ഒരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ സേവനങ്ങളും കാര്യങ്ങളുമായിട്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളാണെങ്കിലും എല്ലാ ടീമും മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആധുനിക സേവനങ്ങളുള്ള ലാബ് ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം. അപ്പോൾ നമുക്ക് ലാബും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? ഓക്കെ. അപ്പോൾ നമ്മളിവിടെ കയറി വന്നപ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ഇൻറ്റീരിയർ അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു നീറ്റ്നെസ്സും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? അത് ഞങ്ങളുടെ 24 മണിക്കൂർ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന
തന്നെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളുണ്ട്. അവരുടെ ആ ഒരു അത്രയും ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും നീറ്റ്നെസ്സും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടൊരു ഹോസ്പിറ്റലിൻ്റെ ഫീൽ ഒരിക്കലും തോന്നാൻ പാടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. സത്യമായിട്ടും വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും പെയിൻറ്റിങ്സ് ആണെന്നുണ്ടെങ്കിലും പിന്നെ സിറ്റിംഗ് ഏരിയ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പേഷ്യൻസ് കമൻറ്റ് പറയാറുണ്ടോ? തീർച്ചയായിട്ടും പറയാറുണ്ട്. ഒരു ഹോസ്പിറ്റൽ ഫീൽ അവർക്ക് ഒരിക്കലും ഇതുവരെ തോന്നിയിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ഒരു ഹോസ്പിറ്റൽ ഫീൽ തോന്നുന്ന ഒബ്സർവേഷൻ ഏരിയ ഒക്കെ കാണുമ്പോഴാണ്. പക്ഷെ അത്രയും നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ ഒരു എഫേർട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ലാബാണ്. അതെ അതെ. അപ്പോൾ ഇതാണ് മജീസിൻ്റെ ലബോറട്ടറി വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ എന്തൊക്കെ ലാബ് ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. എന്തൊക്കെയാണ് ഈ ഒരു ലാബിൻ്റെ പ്രത്യേകത? നമ്മൾ എല്ലാവിധ റുട്ടീൻ ചെക്കപ്പുകളും വിറ്റാമിൻ ഡി, തൈറോയ്ഡ് തുടങ്ങിയ എല്ലാവിധ ഹോർമോണൽ ടെസ്റ്റുകളും പിന്നെ മറ്റെന്തെങ്കിലും സ്പെഷ്യൽ ടെസ്റ്റുകളും നമ്മൾ കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ സമയത്തിൽ 100% ഉറപ്പോടുകൂടെ നമ്മളിവിടെ മജീസിൽ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്ന പേഷ്യൻസിൻ്റെ ഒക്കെ അഭിപ്രായം എന്താ മജീസിൻ്റെ ലാബിനെ കുറിച്ചിട്ട്? ലാബിനെ കുറിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെ അവർക്കൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ പെയിൻ ഇല്ലയെന്ന് ഒരുവിധം എല്ലാ പേഷ്യൻസും പറയാറുണ്ട്. ലാബുകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ മറ്റ് ലാബുകളിൽ നിന്നും കിട്ടാത്ത, അതായത് കുറഞ്ഞ സമയത്ത് കുറഞ്ഞ ചെലവിൽ 100% വിശ്വസ്തയോട് കൂടിയ റിപ്പോർട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് മജീസിൻ്റെ ലാബ് ഫെസിലിറ്റീസ് സൗകര്യങ്ങളിലായാലും നമുക്ക് കണ്ടറിയാൻ കഴിയുന്നത്. ഇനി അടുത്തത് ഈ ഒരു ഏരിയ വരുന്നത് ഒബ്സർവേഷൻ ഏരിയ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്? ഇവിടെ ENT റിലേറ്റഡ് ആയിട്ട് വരുന്ന പേഷ്യൻസിൻ്റെ ഒബ്സർവേഷൻ ഏരിയ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ താഴെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിലേക്ക് മേലുള്ള ഭാഗത്തേക്കും നമ്മൾ ഇവിടെ ചികിത്സ കൊടുക്കാറുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ്? ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്തത് എങ്ങോട്ടാണ് പോകുന്നത്? മജീസിൻ്റെ ENT ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ENT ഡോക്ടർ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ENT ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടർ ഉണ്ട്. നമുക്ക് ഡോക്ടറോടും കൂടി കുറച്ച് കാര്യങ്ങളൊന്നും ചോദിച്ചറിയാം. ഹലോ ഡോക്ടർ, എങ്ങനെ പോകുന്നു മജീസിലെ ENT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ? നന്നായി പോകുന്നുണ്ട്, കുഴപ്പമില്ല. പേഷ്യൻസിൻ്റെ ഒക്കെ ഒരു അഭിപ്രായം എന്താണ്? ഓക്കെയാണ്, നല്ല ഹാപ്പി ആയിട്ടാണ് അവർ പോകുന്നത്. റിവ്യൂസൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്, കറക്റ്റായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകതകൾ എന്താണ്? അതായത് സൗകര്യങ്ങളും കാര്യങ്ങളും പേഷ്യൻസിലേക്ക് എത്തിക്കാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് മൈനറായിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത്. നോർമൽ OP വിഭാഗമായിട്ടുള്ള എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ സ്മോൾ എമർജൻസീസ് ആയിട്ടുള്ള ഫോറിൻ ബോഡീസ്, അത് നോസ് ആയിക്കോട്ടെ, ഇയർ ആയിക്കോട്ടെ, ചെറിയ ചെറിയ സ്യൂച്ചറിങ് ലാസറേഷൻസ്, ലോബുലോപ്ലാസ്റ്റി അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നുണ്ട്. മേജറായിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല. മേജറായിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ നമ്മൾ റെഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള ENT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകതകളെന്ന് നമ്മൾ ഡോക്ടറിൽ നിന്ന് തന്നെ അറിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്? അക്കൗണ്ട്സ് അഡ്മിൻ. ഇപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുള്ള സമയമാണെന്നറിയാം. എങ്ങനെയാണ് ഇവിടുത്തെ OPയുടെ കാര്യങ്ങളൊക്കെ പോകുന്നത്? ഏകദേശം ഒരു ദിവസത്തിൽ 100-ൽ കൂടുതൽ പേഷ്യൻസ് വരാറുണ്ട്. മിക്ക ദിവസങ്ങളിലും 100-ൽ കൂടുതൽ ആളുകൾ വരാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. ഈ കാണുന്നതാണ് മജീസ് മെഡിക്കൽ സെന്ററിന്റെ ഫാർമസി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഫാർമസിയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും പോകുന്നത്?
24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫുകളും എമർജൻസി ഘട്ടത്തിലാണെങ്കിലും ഒക്കെ അവർ അത്രയും ആക്റ്റീവാണ്. ഇപ്പോൾ ഒരു മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രിസ്ക്രിപ്ഷൻ്റെ കാര്യങ്ങൾ ഓരോ പേഷ്യൻസിനും അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്കൊരു കൗൺസിലിംഗ് പോലെ അവർ നൽകാറുണ്ട്. അതെ, മറ്റ് ഫാർമസികളിൽ നിന്നൊന്നും ചിലപ്പോൾ നമുക്കത് കിട്ടിക്കോണമെന്നില്ല. അതായത് ഒരു പേഷ്യൻ്റ് എത്തുമ്പോൾ ഇത് എങ്ങനെയാണ്, ഈ മെഡിസിൻ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം കൃത്യമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു വിജയകരമായ ഒരു ഫാർമസിയുടെ ലക്ഷണം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഫാർമസി സ്റ്റാഫുകളുടെയും പ്രതികരണമൊക്കെ? നല്ല രീതിയിൽ തന്നെയാണ്. അവരത്രയും പോസിറ്റീവാണ്. പേഷ്യൻസിൻ്റെ അടുത്താണെങ്കിലും സ്റ്റാഫുകളുടെ അടുത്താണെങ്കിലും അത്രയും പോസിറ്റീവായിട്ടാണ് അവരുടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും നമുക്ക് ഫാർമസി ഇപ്പോൾ ഈ ഫാർമസിയുടെ പ്രത്യേകത പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. അതായത് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മജീസിൻ്റെ ഫാർമസിയിൽ നിന്നും വീട്ടിലേക്ക് മെഡിസിൻ എത്തിക്കുന്ന ഒരു സിസ്റ്റം കൂടി കൊണ്ടുവരാൻ മജീസ് മെഡിക്കൽ സെൻറ്റർ ഒരു പദ്ധതി ഇടുന്നുണ്ട്. അതായത് ഇവിടെ വന്ന് മെഡിസിൻ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വിളിച്ചു പറഞ്ഞാൽ വീട്ടിലേക്ക് എത്തിക്കുന്ന സൗകര്യം. അതിനെക്കുറിച്ചിട്ട് വാട്സപ്പിലേക്ക് പ്രിസ്ക്രിപ്ഷൻ അയച്ചു തരുമ്പോൾ അവർക്ക് മെഡിസിൻ വീട്ടിലെത്തിക്കാനുള്ളൊരു പദ്ധതി അധികം വൈകാതെ തന്നെ ഞങ്ങൾ പ്ലാനിങ്ങിലുണ്ട്. അധികം വൈകാതെ എന്തായാലും അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഏറ്റവും യൂസ്ഫുള്ളായി, അതായത് സാധാരണക്കാർക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള അധികം പദ്ധതികളുമായിട്ടാണ് നമ്മുടെ മജീസ് മെഡിക്കൽ സെൻറ്റർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ചെർപ്പുളശ്ശേരി മേഖലയിൽ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് മികച്ച ഒരു ഇതുപോലത്തെ ആശുപത്രികളില്ല എന്നുള്ളത് ആണ്. 1-2 സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കാമെങ്കിൽ കൂടി നമ്മുടെ ആളുകൾ, നമ്മുടെ പേഷ്യൻസിന് വേണ്ടത്ര പരിഗണന കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ചെർപ്പുളശ്ശേരിക്കാർ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു വിടവിലേക്കാണ് മജീസ് മെഡിക്കൽ സെൻറ്റർ ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഈ മാസങ്ങൾക്കകം തന്നെ എത്രയോ മെഡിക്കൽ ക്യാമ്പുകൾ ഈ മജീസ് മെഡിക്കൽ സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള സേവനം തന്നെയാണ് നമ്മുടെ മജീസ് മെഡിക്കൽ സെൻറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജനറൽ വിഭാഗത്തിലേക്ക് പോകാം അല്ലേ? ഇപ്പോൾ എമർജൻസി വിഭാഗത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 2 ഡോക്ടർമാരാണ് നമ്മുടെ മജീസ് മെഡിക്കൽ സെൻറ്ററിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഡോക്ടർ ഉണ്ട്, നമുക്ക് ഡോക്ടറെ പരിചയപ്പെടാം. ഹായ് ഡോക്ടർ, എങ്ങനെ പോകുന്നു? വിശേഷങ്ങളൊക്കെ നന്നായി പോകുന്നു അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? നമുക്ക് ആക്ച്വലി 24 മണിക്കൂറിൽ ജനറൽ വിഭാഗവും കാഷ്വാലിറ്റിയും 24 മണിക്കൂറും ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. അപ്പം ഞങ്ങൾ 2 ഡോക്ടർമാരും മാറി മാറിയാണ് വരുന്നത്. അപ്പം അത് നന്നായി പോകുന്നു. പേഷ്യൻസിൻ്റെ ഒക്കെ ഒരു അഭിപ്രായം എന്താ? പേഷ്യൻസ് നമുക്ക് കുറച്ചും കൂടി ഇവിടെ ഒരു 50 above പേഷ്യൻസ് ആണ് കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പം മിക്ക പേഷ്യൻസും പോയവരൊക്കെ തിരിച്ചിവിടെ തന്നെ വരാറുണ്ട്. പിന്നെ നമുക്കിവിടെ അത്യാവശ്യം ക്ലീൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും അതിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം അത്യാവശ്യം നല്ല ഗുണനിലവാരമുള്ള ഒരു ചികിത്സ വളരെ ലോ നിരക്കിൽ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് മാക്സിമം. അപ്പോൾ അതിൽ അത്യാവശ്യം നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് നിങ്ങളുടെ വിശ്വാസം. കാരണം തുടങ്ങിയതിൽ ഞങ്ങൾക്ക് പേഷ്യൻ്റ് കൂടുതലേ വന്നിട്ടുള്ളൂ, ഇതുവരെ കുറയേണ്ട അവസരം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 7 മാസം ഇവിടെ ചികിത്സിക്കാൻ പറ്റിയതിൽ സന്തോഷം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഇവിടെ എത്തുന്ന പേഷ്യൻസിന് അത് വലിയൊരു പോസിറ്റീവ് എനർജി കൂടിയാണ് തരുന്നത് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് അങ്ങോട്ട് പോകാം, നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഹലോ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഓക്കെ, പേഷ്യൻസൊക്കെ ഇപ്പോൾ നല്ല തിരക്കുള്ള ടൈമാണ്. തിരക്കുള്ള ടൈമാണ്. പേഷ്യൻസൊക്കെ ഇപ്പോൾ വന്നു പോയോ?
അവിടെ ഒബ്സർവേഷനിൽ കിടക്കേണ്ട പേഷ്യൻസ് OPക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ പോകുന്നത്? നമുക്കിവിടെ എമർജൻസി സൈഡിൽ തന്നെ എല്ലാവിധ ഫെസിലിറ്റിയോട് കൂടിയുള്ള നഴ്സിംഗ് സ്റ്റേഷൻ, ENT, പീഡിയാട്രിഷ്യൻ, ജനറൽ OP, പിന്നെ എല്ലാവിധ പ്രാപ്തരായിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഒബ്സർവേഷൻ 10ഓളം ബെഡ് വരുന്നുണ്ട് നമുക്ക്. ഒബ്സർവേഷൻ, ENT, പീഡിയാട്രിഷ്യൻ, ജനറൽ, മൈനർ OT ഉണ്ട്, ECG, നെബുലൈസേഷൻ, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒബ്സർവേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് അവരെ കൂടെ നമ്മൾ നിൽക്കും. ഒരു ബൈസ്റ്റാൻഡർ ഇല്ലെങ്കിൽ പോലും നമുക്ക് പേഷ്യൻ്റ് റിലേഷൻ ഓഫീസർ എന്നുള്ള ലെവലിൽ എവിടെ പോയി കഴിഞ്ഞാലും ഇഞ്ചക്ഷൻ നമുക്ക് ബൈസ്റ്റാൻഡർ ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കാറില്ല. പക്ഷേ ഇവിടെ ഫ്രണ്ട് ഓഫീസിൽ അതിനുള്ള സ്റ്റാഫ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതായത് കൂടെ ബൈസ്റ്റാൻഡർ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും കൂടെ നിന്ന് ആ പേഷ്യൻറ്റിന് ഒരു ധൈര്യമായിട്ട് കൂടെ നിൽക്കാൻ ഈ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റും പ്രവർത്തന സജ്ജമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് മജീസിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ആളുകൾ വരുന്നുണ്ട്. നമുക്ക് അവരോട് കൂടി കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം. ഹായ് ചേച്ചി, ബ്ലഡ് എടുക്കാൻ പേടിയുണ്ടോ? ഇല്ല. എന്താ പേടിയില്ലാത്ത? ഇവര് നല്ല വേദന ഇല്ലാണ്ട് ബ്ലഡ് എടുക്കുന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞത്, അങ്ങനെ തന്നെയാണോ? അതെ. അപ്പൊ ധൈര്യമായിട്ട് ഇരിക്കുകയാണല്ലേ? അപ്പോൾ ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഞാൻ ചെറുപ്പശ്ശേരിന്നാണ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് തുടങ്ങിയ കാലം മുതൽ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നല്ല കൃത്യസമയത്ത് കുറഞ്ഞ സമയത്ത് കുറഞ്ഞ ചെലവിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഹാപ്പിയാണ്? ഹാപ്പിയാണ്. ഇത്രയും സമയം നമ്മളുണ്ടായിരുന്നത് ചെർപ്പുളശ്ശേരിയിലെ മജീസ് മെഡിക്കൽ സെൻ്ററിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു രോഗി ആശുപത്രിയിൽ എത്തുന്നത് ചികിത്സ മാത്രമല്ല, നല്ലൊരു പരിഗണന കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ അത്തരം ഒരു സ്വപ്നം കൂടി സാക്ഷാത്കരിച്ചുകൊണ്ടാണ് മജീസ് മെഡിക്കൽ സെൻ്റർ പ്രവർത്തിച്ചു പോരുന്നത് എന്നുള്ളത് നമുക്ക് ഇവരുടെ എല്ലാം സംസാരത്തിൽ നിന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ ഗുഡ് മോർണിംഗ് കണക്റ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. അതിനു മുമ്പ് പ്രേക്ഷകരോടാണ്, ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരാവൂ, ആരോഗ്യത്തോടെ ഇരിക്കൂ. ഗുഡ് മോർണിംഗ് കണക്റ്റിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. For the first time in Kerala, One News is the only channel that brings regional news to people from a virtual platform.